ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ എഗ് പെപ്പർ ഫ്രൈ. വളരെ സിമ്പിളായിട്ട് നമുക്ക് 4 മണിക്കൊക്കെ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ കൊടുക്കുന്ന പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ് എഗ് പെപ്പർ ഫ്രൈ. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്കിവിടെ തയ്യാറാക്കാം. നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മളെ ചാനൽ ഒന്നുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ളൊരു ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ ഉടനടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ ഒരു അടിപൊളി എഗ് പെപ്പർ ഫ്രൈ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാം. ഇതിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒരു 5 എഗ്ഗാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 5 എഗ്ഗ് ഇതിലിട്ടിട്ട് നമുക്ക് അടിപൊളിയായിട്ട് പുഴുങ്ങിയെടുക്കാം. നമ്മളിവിടെ ഒരു 5 എഗ്ഗ് എടുത്തിട്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. നമ്മൾ കോഴിമുട്ട ഉടയാതെ സെൻറ്റർ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്യാം. ഓക്കെ, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലിട്ടിട്ട് നമുക്ക് ഒന്നുകൊണ്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. നമ്മൾ ആ എഗ്ഗൊക്കെ ഒരു സൈഡ് നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉടഞ്ഞു പോവാതെ ഒന്നുകൊണ്ട് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഗായ്സ്, നമ്മളെ എഗ്ഗൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എഗ്ഗൊക്കെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് മാറ്റി വെക്കാം. ഇത്ര വെളിച്ചെണ്ണ വേണ്ട. നമ്മളെ കൊളസ്ട്രോളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണ്ടേ. അപ്പോൾ ഇത്ര വെളിച്ചെണ്ണ വേണ്ട, കുറച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതിൽ ഒരല്പം കുരുമുളക് പൊടി അതിലിട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില, നല്ല ശുദ്ധമായ മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങോട്ട് ജസ്റ്റ് ഒന്നാണ്ട് നമ്മളെ ചട്ടി ഓൾറെഡി ചൂടുണ്ട്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ചൂടാക്കേണ്ട ആവശ്യമില്ല. എഗ്ഗ് ഇതിലിട്ട് കൊടുക്കുക. അപ്പം ടൊമാറ്റോ സോസ് നമ്മൾ എടുത്തിട്ടുണ്ട്, അതൊരല്പം കൂടി ഇതിലൊഴിച്ച് കൊടുക്കാം. എഗ്ഗ് ഉടയാത്ത രീതിയിൽ ഒന്നുകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളെ എഗ്ഗൊക്കെ ഇതാ നല്ല. അപ്പോൾ ഗൈസ്, വളരെ സിമ്പിളായിട്ട് നമ്മളെ എഗ് പെപ്പർ ഫ്രൈ നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. വെറൈറ്റി ടേസ്റ്റ്, സത്യം ആത്മാർത്ഥമായിട്ട് പറയാണ്, അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ ആ കുരുമുളകിൻ്റെ ആ ഒരു കുത്തലും മല്ലിയിലയും സോസൊക്കെ പാടി ഒഴിച്ചപ്പോൾ ഒറ്റ ഇരിപ്പിന് ഒരു 10 മുട്ടയെങ്കിലും കഴിക്കും. പക്ഷെ നമ്മളെ ആരോഗ്യം നമ്മൾ സംരക്ഷിക്കണ്ടേ. 1-2 ഒക്കെ കഴിച്ചാൽ മതി. സംഭവം കിടുവായിട്ടുണ്ട്. അപ്പോൾ കണ്ടാ, നല്ല ചായയും കൂടി. ആഹാ, അടിപൊളി. നമ്മളെന്നും ഇങ്ങനെ കഴിച്ചു തന്നെ കഴിക്കുമ്പോൾ ഒരു മടുപ്പൊക്കെ വരില്ലേ. അപ്പോൾ നമ്മൾ മാറ്റി പിടിക്കുക. ഇതിൻ്റെ ഇപ്പോൾ ഈ ഒരു മസാല ഈ ഇതാ സംഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ഇതേപോലെയൊക്കെ തയ്യാറാക്കി നോക്കുക. വെറും 3 ചേരുവകളുള്ളൂ. 3 ചേരുവകളുണ്ട്. അടിപൊളിയായിട്ട് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്.